നീറ്റ് കടമ്പ കടന്നവർക്കൊക്കെ ലഭിക്കുന്ന ഈ മെസ്സേജുകളിലെ നമ്പറിലേക്ക് വിളിച്ചാൽ 35,000 രൂപ നൽകി രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടും. പണം നൽകിയാൽ കൗൺസിലിംഗ് കടമ്പ ഉൾപ്പെടെ കടത്തി പ്രവേശനം നേടിത്തരുമെന്നും വാഗ്ദാനം ലഭിക്കും. ഇതിനായി പ്രവേശന പരീക്ഷാ കൺട്രോളുടെ ഓഫീസിൽ ഉൾപ്പെടെ സഹായിക്കാൻ ആളുണ്ടെന്നാണ് ഇവരുടെ വാദം. At the time of registration, you need to forward all your documents, that is 10th, 12th plus a need result sheet and one government ID proof, one passport size photo. Okay. These are the documents that you need to forward us. Okay. Okay. So that we will able to send it to the particular colleges. Okay. I mean, at the time of counseling, we will intimate you that is when is your counseling. So that time we have to come and attend the counseling. ഇതര സംസ്ഥാനങ്ങളിലെ കോളേജുകളുമായും കൂട്ടുകെട്ടുള്ളതിനാൽ സീറ്റ് നേടാൻ പ്രയാസമുണ്ടാവില്ലെന്നാണ് രക്ഷിതാക്കളെ ഇവർ വിശ്വസിപ്പിക്കുന്നത്. Is this possible or not? Yeah, it's possible, sir. Because in inter, if she gets 60 also, that's eligibility. Since like your daughter has 97, she's super right. MBBS ഫീസ് കുത്തനെ വർദ്ധിച്ചതോടെ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുമെന്നതാണ് കോഴ സീറ്റിന് സാധ്യതയായി ഏജന്റുമാർ മുന്നോട്ട് വയ്ക്കുന്നത്. AP ഭവിത, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.